കൂട്ടുകാരെ, ഓണത്തിന് നമുക്ക് കായ വറുത്താലോ? കായയും ശർക്കര ഉപ്പേരിയും കായക്കൊത്തും. ഇത് നേന്ത്രക്കായ തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നോരോന്നായി കട്ട് ചെയ്യാം. ആദ്യം നേന്ത്രക്കായ, പിന്നെ ശർക്കര വരട്ടി, കൊത്തുകായ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. ഈ സമയം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പെടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി കലക്കി വെക്കുക. എണ്ണ ചൂടാവുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. കായ വറുത്തത് നമ്മൾ എണ്ണയിലേക്ക് കായ വറുത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. വേറൊന്നല്ല, ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കായയുടെ മുകൾ ഭാഗം പെട്ടെന്ന് കറക്കും. പക്ഷെ ഉള്ളിൽ പെട്ടെന്ന് വേവില്ല. അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. എണ്ണ നന്നായി കാഞ്ഞതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ നന്നായി വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിന്റെ ബബിൾസ് ഒക്കെ മാറും. ഈ സമയം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ ഉപ്പും വെള്ളം, ബബിൾസ് ഒക്കെ മാറിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട് ഉപ്പും വെള്ളം, അതൊരു ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുക. ആ ടീസ്പൂണിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലെ വെള്ളം മൊത്തമായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ കായ എടുക്കാൻ പാടുള്ളൂ. നന്നായി വറ്റി വെള്ളമൊക്കെ ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ കായ എടുത്ത് മാറ്റാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ കായ ഉപ്പേരി റെഡി. ഇനി നമ്മൾ കൊത്തുകായ്ക്കുള്ള ഇതാണ് ഉണ്ടാക്കാൻ പോണത്. എണ്ണ നന്നായി ചൂടാക്കുക. കൊത്തുകായ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും ലോ ഫ്ലെയിമിൽ വേണം വറുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ നന്നായി വറുത്തെടുക്കുക. കൊത്തുന്നവർക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ല, നമ്മൾ വറുത്ത് കിട്ടില്ല. അപ്പൊ അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നന്നായി വറുക്കാനായിട്ട്. നമ്മുടെ ഉപ്പേരിയൊക്കെ നന്നായി വറുത്തിട്ടുണ്ട്. ഇതുപോലെ സൗണ്ട് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് വീണ്ടും ആ വെള്ളം വറ്റണ വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾക്ക് നമ്മുടെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഒരെണ്ണം കടിച്ചു നോക്കാം. നന്നായി ഉള്ളൊക്കെ നന്നായി വെന്തുണ്ടോ എന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരി ഒരു അരിപ്പക്കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര വരട്ടിയാണ്. ശർക്കര വരട്ടി ഇടുമ്പോൾ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ വറവ് സാധനങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. അപ്പൊ അതിനനുസരിച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇടാം. കാരണം ശർക്കര വരട്ടി ക്രിസ്പി ആവാൻ ടൈം എടുക്കും. ക്രിസ്പി ആയില്ലെങ്കിൽ ശർക്കര ഉരുക്കി കഴിയുമ്പോൾ അത് പഞ്ഞി മാരിയാവും. അപ്പൊ അങ്ങനെ ആവാതെ നല്ല ക്രിസ്പി ആയി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക. ശർക്കര വരട്ടിക്ക് ഉപ്പ് വെള്ളം വേണ്ട. അപ്പൊ നമ്മൾ നന്നായി ക്രിസ്പി ആവണ വരെ ലൈറ്റ് കളർ ചേഞ്ച് ആവുകയും ചെയ്യും. കായയുടെ കളറ് നമുക്ക് ലൈറ്റായിട്ട് ഒരു സോപ്പ് കളറായി വരുന്നവരെ വരും. അതുവരെ നന്നായി വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്നാവും കളറ്, പക്ഷെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടണം. ഇനി നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ശർക്കര നന്നായി ഒരു കപ്പ് വെള്ളത്തിൽ നന്നായി ഉരുക്കിയെടുത്തത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയെടുക്കുക. ഇനി നമ്മൾ നന്നായി ശർക്കര നമ്മൾ ഒറ്റ നൂൽപ്പരുവം കഴിഞ്ഞു വരണ സ്റ്റേജ് വരണം. നന്നായി ഒരു നൂൽപ്പരുവം 2 നൂൽപ്പരുവം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒറ്റ നൂൽപ്പരുവം കഴിഞ്ഞ് 2 നൂൽപ്പരുവം ആവണം. ആ സ്റ്റേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശർക്കര വരട്ടി, നമ്മൾ നേരത്തെ ശർക്കര വരട്ടിക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വറ്റിച്ചെടുക്കണം. ഈ ശർക്കരയുടെ പാനി നന്നായി വറ്റിച്ചെടുക്കുക. ഇനി വറ്റിച്ച് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട്
ഒരു ടീസ്പൂണ് ഒരു വലിയ ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോ അത് 1/2 ടീസ്പൂണോളം ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മള് അരി ഒന്ന് വറുത്തിട്ട്, അത് എഡിറ്റിങ്ങിൽ മിസ്സായി, അതിന്റെ വീഡിയോ ഞാൻ എടുത്തപ്പോ വീഡിയോ ആഡ് ആയില്ല, ഇപ്പോഴാണ് ഞാൻ നോക്കിയത്. അരി ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് അതും 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. 1 ടീസ്പൂണ് 2 ടീസ്പൂണോളം പഞ്ചസാര പൊടിക്കാത്തത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിപ്പോ പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തില്ലേ, അതും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വരും. അപ്പൊ നിങ്ങള് ഈ പ്രാവശ്യത്തെ ഓണം വീട്ടിൽ തന്നെ, ഞാനിപ്പോ 2 കിലോ കായ കൊണ്ടാണ് കായുപ്പേരിയും ശർക്കര ഉപ്പേരിയും കായക്കൊത്തും ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പൊ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ ബൈ.